ഹായ്, വെൽക്കം ടു ഹോംസ് ഓൺലൈൻ. ഹോംസ് ഓൺലൈൻ്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം 2100 സ്ക്വയർ ഫീറ്റിൽ 11 സെൻറ്റിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പണിത ഒരു അടിപൊളി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ഇത് സ്ഥിതി ചെയ്യുന്നത് താവന്നൂർ അയ്യങ്കലത്താണ്. എന്തായാലും നമുക്ക് ഈ വീടിൻ്റെ വിശേഷങ്ങളോട്ട് പോകാം. ഓക്കെ. ഈ വീടിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ഏരിയയാണ് ഇത്. അറിയാം, നാച്ചുറലായിട്ട് തന്നെ ഇവിടെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഗാർഡൻ സെറ്റ് ചെയ്ത പോലെ തന്നെ ഈ ഒരു ഏരിയയിലും പറയുകയാണെങ്കിൽ ഇത് നാച്ചുറൽ ഗ്രാസാണ്. അത് മിനിമലായിട്ട് അത് സെറ്റ് ചെയ്ത് ഇതൊക്കെയാണ് ഈ വീടിന് ഹൈലൈറ്റ് ആയി നിൽക്കുന്ന ഒരു ഏരിയ. ഈ വീട് സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടംപററി മോഡലിലാണ്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഈ ഹാൻഡ് റെയിലും അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലുള്ള ടെക്സ്ചർ പെയിൻറ്റുമാണ്. ടെക്സ്ചർ പെയിൻ്റാണ് ഇതിനെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റാണ് ഈ ഹാൻഡ് റെയിലിനോട് ചേർന്നിട്ട് തന്നെ ഇവിടെ ഒരു നാച്ചുറൽ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ പ്ലാന്റ് സെറ്റ് ചെയ്തത് നമ്മൾ നോർമലി ആളുകൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും തൈകളൊക്കെ സെറ്റ് ചെയ്യുക. ഇവിടെ അതല്ല, നാച്ചുറലായിട്ട് തന്നെയുള്ളൊരു ട്രീ ആണ് ഇവിടെ സെറ്റ് ചെയ്തത്. കുറച്ച് എക്സ്പെൻസീവും കൂടെയാണ്. അതിൻ്റെ സൈഡിൽ ഫുൾ സ്റ്റോൺ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ഭാഗം ഇതിൻ്റെ എക്സ്റ്റീരിയർ സൈഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതിൻ്റെ മറ്റു വിശേഷങ്ങളിലോട്ട്, അതായത് ഇതിൻ്റെ ഇനി ഇൻറ്റീരിയർ സൈഡിലോട്ട് നമുക്ക് കിടക്കാം. ഇതിൻ്റെ സിറ്റ് ഔട്ട് തന്നെ നോക്കുമ്പോൾ നമുക്കറിയാം മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല വിശാലതയുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഭാഗം തന്നെയാണ് നമ്മൾ ഇവിടെ PVC വുഡൻ ടച്ചിലാണ് ഈ ഒരു ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ഹൈറ്റിൽ ഇതിൻ്റെ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഏരിയ, പിന്നെ അതുപോലെ മാർബിളാണ് നമ്മളെ ഇവിടെയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഏരിയ പറയുകയാണെങ്കിൽ നമ്മളൊരു നാച്ചുറൽ പ്ലാന്റ് സെറ്റ് ചെയ്തതിൻ്റെ മേൽഭാഗത്ത് ഒരു ജാളി വർക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പിന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജാളി വർക്കിൻ്റെ മേൽഭാഗത്ത് ഇവിടേക്ക് നാച്ചുറൽ ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നൊരു ഭാഗമാണ്. പിന്നെ നൈറ്റൊക്കെ ആണെങ്കിൽ ഇവിടെ ഉള്ളിൽ ചെറുതായിട്ട് ലൈറ്റ് സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മളെ ഈ ഒരു ഏരിയനെ വളരെ മനോഹരമാക്കുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു ഏരിയ വരുന്നത് ഇവിടെ നല്ലൊരു നാച്ചുറൽ നമ്മുടെ ഒരു സ്വിങ് ഏരിയയാണത്. വുഡൻ പാനലിലാണ് നമ്മൾ ഈ സ്വിങ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ സീലിംഗ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വുഡൻ ടച്ചിൻ്റെ PVC-യിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതും ഇതിൻ്റെ നമുക്ക് വളരെ ഒരു മനോഹരത ഫീൽ ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ലൈറ്റിങ്ങും ഈ ഒരു ഏരിയയൊക്കെ. അതുപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഈ ടെക്സ്ചർ പെയിൻറ്റിന് വളരെ മനോഹരത തോന്നിക്കുന്നത് ഇതിൻ്റെ ഒരു ലൈനാണ്. ഈ ലൈന് വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതും ഇതിനൊരു ഹൈലൈറ്റ് ചെയ്തിട്ട് നമ്മളെ വാൾ തോന്നിക്കും. ഈ വീടിൻ്റെ അതിമനോഹരമായ ഇൻറ്റീരിയർ പാർട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. കമോൺ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ലിവിങ് സ്പേസിലാണ്. ഇത് വളരെ മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ തന്നെ ഇങ്ങനെ ഈ ഭാഗങ്ങളൊക്കെ മാക്സിമം യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു ഏരിയ വരുന്നത് വുഡൻ ലെവലിൽ ഡിസൈൻ ചെയ്തതാണ്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ഗ്രേ കളറിലാണ്. നമ്മൾ ഒരു വുഡൻ തീമിൽ തന്നെ കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഏരിയനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ അതേപോലെ തന്നെ ഒരു ടീ പോയിൻ്റ് ഒരു സൈഡുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത്താണ്, നമ്മുടെ ഹൈറ്റാണ്. ഈ ഹൈറ്റാണ് ഈ വീടിനെ മനോഹരമാക്കുന്നത്. ഡബിൾ ഹൈറ്റിൽ തന്നെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ മനോഹരമാക്കാൻ വേണ്ടി മേലെ തന്നെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ സൈഡിലുള്ള നമ്മുടെ ഈ വാച്ച് അതും വളരെ നല്ലൊരു ഡിസൈനിലാണ് സെറ്റ്. ഇവിടെ അതേപോലെ തന്നെ TV യൂണിറ്റ് സെറ്റ് ചെയ്ത ഈ വുഡൻ പാനലിൽ ഈ ഒരു ഏരിയയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റോറേജും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 50 ഇഞ്ചിൻ്റെ ഒരു TV ആണ്. അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഒരു ഒരു റാക്ക് സെറ്റ് ഇതിൽ നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ വളരെ മനോഹരമായിട്ടാണ് ഒരു ഏരിയനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പാർട്ടീഷൻ ചെയ്തത് ഇത് വുഡിലാണ് പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത്. അതിനിവിടെ ഒരു ചെറിയ പോട്ടൊക്കെ കൊടുത്തിട്ട് വളരെ മനോഹരമായി തോന്നിക്കുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ പാർട്ടീഷൻ ചെയ്തതിൻ്റെ ഈ ഒരു ഏരിയ ഇത് സ്റ്റീലിലാണ്. പക്ഷെ ഇവിടെ ഒരു വുഡിൻ തീമിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു മോഡൽ കൊടുത്ത കാരണം തന്നെ ഈ ഒരു ഏരിയ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഇത് പറയുകയാണെങ്കിൽ ഡോറ് പറയുകയാണെങ്കിൽ ഇതിനോട് അടുപ്പിച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ ഡോറ് ഈ ഏരിയയ്ക്ക് വരുന്നത്. അപ്പോൾ ആ വുഡൻ തീമിൽ തന്നെ ഇത് പക്ക വുഡുമാണ് ഡോറ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് റൂമിലോട്ട് കിടക്കാം. റൂം വളരെ മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സൈസ് വരുന്നത് 12x12 സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഡബിൾ കോട്ട് സൈസിലാണ് ഇതിൻ്റെ
ഈ ഫർണിച്ചർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം നല്ല സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെ ഡിസൈൻ വരുന്നത് ഒരു പ്രത്യേക ലൈനിലൊക്കെ വെച്ചിട്ട് ഒരു ഓറഞ്ച് പാറ്റേണിലാണ്. പിന്നെ കർട്ടൺ ഇതിൻ്റെ മെറ്റായാലും ഒക്കെ ഇതിനനുസരിച്ച് തന്നെ ഈ ഡിസൈനിനനുസരിച്ച് തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീലിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് പ്ലെയിൻ സീലിംഗ് ആണ്. പ്ലെയിൻ സീലിങ്ങിൽ നമ്മൾ ഈ ജിപ്സം വർക്ക് ഒരു ലൈനിൽ ഇങ്ങനെ ലൈറ്റ് കൊടുത്തിട്ട് അതിനെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് തന്നെ ആ ഒരു ഏരിയനെ വളരെ കറക്റ്റായിട്ട് തന്നെ ചെയ്തു. നമ്മൾ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന് നമ്മുടെ ഇതിൻ്റെ ഇന്ത്യയിലനുസരിച്ചുള്ള ഈ പെയിൻറ്റിനോട് അനുയോജ്യമായിട്ടാണ് ഈ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കളർ തീം വളരെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഹാൻഡ് റൈൽ ഭാഗമാണെങ്കിൽ വുഡൻ ഇതിലാണ് വരുന്നത്. അതേപോലെ തന്നെ ഇതൊരു ഗ്ലോസി ഫിനിഷിലാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനോട് അടുപ്പിച്ചാണ് ഇതിൻ്റെ ഇവിടുത്തെ ബാത്റൂം വരുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ബെഡ്റൂമിലോട്ട് പോവാം. ഇതും നമ്മളെ ഡോർ വരുന്നത് വുഡിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഏകദേശം ഒരു സൈസ് വരുന്നത് 12x12 നമുക്ക് അറിയാം. ഈ ഒരു ടൈപ്പ് അതൊരു ഗ്രേ ടൈപ്പിലെ ഫർണിച്ചർ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് അങ്ങനെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടെക്സ്ചർ പെയിൻ്റാണ് ഏരിയ വരുന്നത്. അത് ഈ തീമിൽ തന്നെ മൊത്തം ചെയ്തിട്ടുണ്ട്. അത് സീലിംഗ് ആണെങ്കിലും നമ്മുടെ മറ്റേ ബെഡ്റൂമിൽ കണ്ട അതേപോലെ തന്നെ ജിപ്സം വർക്കിൽ നമ്മളെന്ത് ചെയ്യുന്നുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഈ ഒരു തീമിലേക്ക് കറക്റ്റാണ്. അതുപോലെ ഇവിടെ വരുന്നത് ഈ വുഡൻ പാനലിലാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്, വിൻഡോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ആ രണ്ട് സൈഡിലും അതേപോലെ തന്നെ കുറച്ച് ഹൈറ്റിൽ വുഡൻ പാനലിൽ തന്നെ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മുന്നേത്തെ ബെഡ്റൂം കണ്ട അതേപോലെ തന്നെ അതേ തീമിൽ തന്നെയാണ് ഇവിടെയും ഈ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ഗ്ലോസി ഫിനിഷിങ്ങിലാണ് ഈ വൈറ്റ് ആൻഡ് തീമിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ വുഡൻ രീതിയിലുള്ള ഡിസൈനാണ് ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ മിറർ ഇതിൻ്റെ ഒരു വലിയ അട്രാക്ഷനാണ്. അതും ഈ സൈഡിൽ തന്നെ നമ്മളെ വുഡൻ തീമിൽക്ക് സെറ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ് മിററിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ ഡൈനിങ് ഹാളിലോട്ട് കയറാം. ഈ ഒരു ഏരിയയാണ് ഡൈനിങ് ഹാള് വരുന്നത്. അത് വളരെ മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു പാർട്ടിഷനിൽ ഇവിടെ വാഷ് ബേസ് ഏരിയ, അതേപോലെ തന്നെ ഈ ഒരു ഏരിയയാണ് നമ്മൾ ടേബിൾ വരുന്നത്. ടേബിൾ വുഡൻ ഇതിൽ തന്നെയാണ് തീമിൽ തന്നെയാണ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത് ഒരു 4 ചെയറും വുഡിൽ, അതേപോലെ തന്നെ ഇവിടെ ഒരു നീളത്തിലുള്ള ബെഞ്ചും ഒരു 4-5 ആൾക്കൊക്കെ ഇരിക്കാൻ പറ്റിയ രീതിയിലാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതും ഇതിനെ വളരെ മനോഹരമാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു സീലിംഗിൻ്റെ മേലെ ഇതേപോലെ തന്നെ വുഡ് തീമിൽ മേൽഭാഗം സീലിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന് മനോഹരം ഈ ഒരു ഏരിയനെ നന്നായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നത് ഈ ഒരു ടെക്സ്ചർ പെയിൻ്റാണ്. ഈ ടെക്സ്ചർ പെയിൻറ്റ് ഇതിന് ഈ ലൈറ്റിംഗ് ഒക്കെ വരുമ്പോൾ തന്നെ ഇവിടെ വളരെ അട്രാക്ഷൻ തോന്നിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു പാർട്ടിഷൻ വന്നിട്ടുണ്ട്. അത് ഫുൾ വുഡിലാണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഏരിയനെ വളരെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ചെറിയ പോട്ടുകൾ കൊടുത്ത് വളരെ അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാഷ് ബേസ് ഏരിയ നോക്കാം. അതും അതേപോലെ തന്നെ നല്ലൊരു ഡിസൈനിലാണ്. അഥവാ ഒരു ലൈൻ ലെവലിൽ ഇതിൻ്റെ ഒരു ഏരിയനെ സെറ്റ് ചെയ്തിട്ടുണ്ട് വുഡൻ തീമിൽ. അതേപോലെ നന്നായിട്ടുള്ളൊരു മിററാണ്. നമുക്ക് പിന്നെ പ്രസ്സിങ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മിററാണ്. അതും നമുക്ക് നല്ല 2-3 ലൈവുള്ള ആംഗിളിലൊക്കെ നമുക്ക് ഇതിനെ നമ്മുടെ ഫേസിനെ തന്നെ അട്രാക്റ്റ് ചെയ്ത് കാണാൻ പറ്റും. അത് തന്നെ ചെറിയൊരു ബേസാണ്. അതിന് താഴെ തന്നെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു പോട്ട് ഇത്ര ഡിസൈനിന് വേണ്ടിയിട്ട് അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചണിലോട്ട് കിടക്കാം. ഇത് കയറി വരുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു ഏരിയയിൽ തന്നെ ഫുൾ വുഡ് ആൻഡ് തീമിൽ തന്നെ ഡോറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഡോർ പക്ക വുഡാണ്. ഇനി ഇത് കയറി വരുമ്പോൾ തന്നെ വളരെ വിശാലമായിട്ടുള്ള വിഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ ഏരിയയും നമുക്ക് കറക്റ്റായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വാർഡ്രോബ്, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഡിസൈൻ ആയാലും അതൊരു വരുന്നത് ഒരു ഗ്ലോസി ടൈപ്പിലാണ് ഇതിൻ്റെ ഫിനിഷിങ് വരുന്നത്. പിന്നെ സൈഡിലൊക്കെ വരുന്നത് ടൈൽസാണ്. പിന്നെ അത്യാവശ്യം മേൽഭാഗം നന്നായിട്ട് സ്റ്റോറേജും ഉണ്ട്. പിന്നെ ഈ ഫ്രിഡ്ജിൻ്റെ ഏരിയ ആ ഒരു ഏരിയനെ കറക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. യൂസേജ് കറക്റ്റാണ്. ആ ഫ്രിഡ്ജിൻ്റെ ഏരിയ കറക്റ്റ് ചെയ്ത് അവിടെ യൂസ് ചെയ്ത് ഈ ഒരു സൈഡിൽ ടൈൽസിൽ അതേപോലെ മേൽഭാഗത്ത് ഗ്രാനൈറ്റും സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവർ ഈ ഗ്യാസ് സ്റ്റോപ്പ് ആയാലും അതുപോലെ തന്നെ ഓവനായാലും ഒക്കെ അവിടെ കറക്റ്റ് എല്ലാ ഏരിയയും വെറുതെ നമുക്ക് സ്ഥലം വെറുതെ ബോറായിട്ട് പോയിട്ടില്ല. എല്ലാ ഏരിയയും യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഏരിയയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പുകയില്ലാത്ത അടുപ്പിൻ്റെ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ വിശാലമായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ ഏരിയയിലാണ്. പിന്നെ ഈ ഏരിയ വരുമ്പോൾ നമ്മൾ ഗ്രാനൈറ്റിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. താഴത്തെ അതേപോലെ തന്നെ സെയിം ടൈൽസാണ് വരുന്നത്. അങ്ങനെ തന്നെ ബേസിനിൽ നമ്മൾ ഹോട്ട് വാട്ടറും നോർമൽ വാട്ടറും വരുന്ന രീതിയിൽ 2 പൈപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അതെ നമ്മുടെ സ്റ്റോറേജ് ഈ മേൽഭാഗത്തും സെറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ
അതും അതായത് നല്ല ഇതിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഈ ഗ്ലാസ്സും നല്ല ഡിസൈനിലൊക്കെ ഉള്ള സംഭവങ്ങൾ കംപ്ലീറ്റ് ഇവിടെ യൂസ് ചെയ്താൽ നന്നായിട്ട് അട്രാക്ട് ചെയ്തിട്ട് കാണുന്ന രീതിയിൽ തന്നെ ഒരു ഗ്ലാസ് ടൈപ്പിലാണ് ഈ ഒരു ഏരിയനെ സ്റ്റോറേജിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ മറ്റൊരു ഹൈലൈറ്റാണ് ഇതിൻ്റെ സ്റ്റെയർ കേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കേസ് വരുന്നത് വുഡൻ പാനലിലാണ്. അതുപോലെ തന്നെ ഇത് സ്റ്റീലിലാണ് ഈ ഒരു ഏരിയ ഈ ഹാൻഡ് റെയിലും ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സ്റ്റെപ്പ് ഭാഗം വരികയാണെന്നുണ്ടെങ്കിൽ കോൺക്രീറ്റിൽ വുഡൻ തീമിൽ ഈ പാനൽ കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ ഇവിടെ നമുക്ക് പക്ക ഒരു വുഡിൻ്റെ തീമും സെറ്റ് ചെയ്യും. ഇതിൻ്റെയൊക്കെ ബഡ്ജറ്റ് മെയിനായിട്ട് കുറയുന്നത് ഇങ്ങനെ ഇത് സെറ്റ് ചെയ്തുകൊണ്ടാണ്. ഇനി നമുക്ക് അപ്സ്റ്റെയറിലോട്ട് പോകാം. അതുപോലെ സ്റ്റെയർ കേസിൻ്റെ സ്റ്റാൻഡിങ് ഏരിയ ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ഏരിയനെ കറക്റ്റ് നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ ഒരു സ്റ്റഡി ഏരിയ ആക്കി തന്നെ ഈ ഒരു ഏരിയനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഏരിയയിൽ എന്നാൽ ഇവിടെ നല്ലൊരു തീമിലാണ് ഈ ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട്. മേൽഭാഗത്ത് ഒരു ഹാങ് ലൈറ്റും അതുപോലെ തന്നെ വൈറ്റ് ആൻഡ് ഫിനിഷിൽ ഈ മാക്സിമം കുട്ടികൾക്ക് നമ്മുടെ ബുക്സും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയ രീതിയിൽ തന്നെ നമ്മളെന്ത് ചെയ്തിട്ടുണ്ട് ഈ ഫിനിഷിങ്ങിൽ തന്നെ. ഇതും ഒരു ഗ്ലോസി ടൈപ്പിൽ തന്നെയാണ് ഇവിടുത്തെ ഈ ഏരിയനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കയറി വരുമ്പോൾ നമ്മൾ ഈ ഫോയർ ഏരിയ വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഹാൻഡ് റെയിൽ ഈ ഒരു ഏരിയ വുഡൻ തീമിലേക്ക് കൊടുത്തിട്ട് ഈ ഒരു ഏരിയ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പുറത്തുനിന്നുള്ള ലൈറ്റിങ് പാസേജ് കറക്റ്റ് കിട്ടുന്നുണ്ട്. പകലൊക്കെ ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് യൂസ്ഫുൾ ആവും. അതേപോലെ തന്നെ നമ്മുടെ ഈ നമ്മുടെ ഹാങ്ങിങ് ലൈറ്റ്, അതേപോലെ തന്നെ അവിടെയുള്ള ഹാങ്ങിങ് ലൈറ്റ്, അതേപോലെ സീലിങ്ങും വളരെ മനോഹരമായിട്ട് തന്നെ വുഡൻ തീമിൽ പാനലിൽ ലൈറ്റും കൊടുത്തിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിലാണ് നമ്മൾ കയറുന്നത്. അതും ഇതേപോലെ തന്നെ വുഡിലാണ് നമ്മുടെ ഇതിൻ്റെ ഡോറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഏരിയ വരുന്നത് ഏകദേശം 12 തന്നെ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുന്നത് താഴൊക്കെ മാർബിളായിരുന്നു, ഇവിടെ ഫുൾ ടൈൽസിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ കോമൺ ആയിട്ട് ഇതിൻ്റെ സീലിങ്ങൊക്കെ നോർമലി പ്ലെയിനിലാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഏരിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. 3 രീതിയിലുള്ള ഡോറ് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്റ്റോറേജ് സെറ്റ്. വാർഡ്രോബ് താഴത്തത് വൈറ്റ് കളറിലായിരുന്നു. ഇത് കുറച്ചും കൂടെ ഒരു വേറെ ഡാർക്ക് ഷെയ്ഡിലായിട്ടുള്ള ഒരു കളറിലാണ്. അതും ഗ്ലോസി മാറ്റിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഹാൻഡ് റെയിലാണെങ്കിൽ അവിടെ വുഡൻ തീമിലായിരുന്നു. ഇവിടെ ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് ഇതിൻ്റെ ഹാൻഡ് റെയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നോർമലി ടോയ്ലറ്റിൻ്റെ ഇത് ഫൈബർ ഡോറാണ്. ഇത് മതിയല്ലേ. ഇത് സെക്കൻഡ് ബെഡ്റൂമാണ് ഫസ്റ്റ് ഫ്ലോറിലെ. ഇതും വുഡിലാണ് ഡോറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതും നോർമൽ തന്നെ. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ബെഡ്റൂം കാണിച്ച പോലെ തന്നെ നോർമൽ പെയിൻറ്റിങ്ങും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. സീലിംഗ് ആയാലും സൈഡ് വോളായാലും എല്ലാം ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഏരിയ ഇതിനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ, വൈറ്റിൽ നിന്ന് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു ഏരിയനെ അങ്ങനെ തന്നെ ഈ ഒരു പെയിൻറ്റിൽ ഈ ഒരു ഏരിയനെ മാറ്റി നിർത്തുന്നുണ്ട്. അതുപോലെ വുഡൻ പാനലിൽ തന്നെ ഇവിടെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ വരുന്നത് നമ്മൾ ബാൽക്കണിയിലോട്ടാണ്. ഇതിൻ്റെ ഒരു ഡിസൈൻ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഫ്രണ്ടേജിൽ നല്ലൊരു വെറൈറ്റി ഡിസൈനും കൊടുത്തിട്ടുണ്ട് വുഡിൽ. നേരെ വരുന്ന അത്യാവശ്യം ഒരു സ്പേസിൽ തന്നെ നമ്മൾ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഹാൻഡ് റെയിലായാലും ഒക്കെ നന്നായിട്ട് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് നമുക്ക് ചെറിയ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളും. ഇതും അതേപോലെ തന്നെ വുഡൻ തീമിലുള്ള വിൻഡോ താഴെ നമ്മൾ കണ്ട അതേപോലെ തന്നെ സെയിമിൽ തന്നെ ഇവിടെയും സെറ്റ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം നമ്മൾ ആ സെക്കൻഡ് ബെഡ്റൂമിലെ വിൻഡോ അതിൻ്റെ ഡിസൈൻ കണ്ടില്ല, പുറത്ത് നല്ല അട്രാക്ഷനാണ്. നമ്മൾ പുറത്ത് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഹൈലൈറ്റ് നമുക്ക് കാണുന്നത്. അപ്പോൾ അത് പാസേജിന് വേണ്ടി നമുക്ക് അവിടെ കർട്ടൻ ഇതാക്കി കഴിഞ്ഞാൽ ഉള്ളിലോട്ട് നന്ന പാസേജ് ലൈറ്റ് കിട്ടും. അതേപോലെ തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ടെക്സ്ചർ പെയിൻറ്റിലെ ആ സെൻറ്റർ പോർഷനിൽ ഒരു LED ലൈറ്റ് കൊടുത്തിട്ട് ആ LED നമുക്ക് അതിനെ മാർക്ക് ചെയ്യുന്ന രീതിയിൽ, ആ ടെക്സ്ചർ പെയിൻറ്റിനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ, ആ ലൈനൊക്കെ ഹൈലൈറ്റ് ചെയ്ത രീതിയിൽ തന്നെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഈ വീടിനെ അട്രാക്റ്റ് ചെയ്യുന്ന മറ്റൊരു പോയിൻ്റാണ്. അപ്പോൾ ഈ ബഡ്ജറ്റ് ഹോം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസുമായി ബഡ്ജറ്റ് ഹോമും പ്രീമിയം ഹോമും വളരെ മനോഹരമായിട്ടുള്ള മറ്റുള്ള എപ്പിസോഡുകളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.